ഓട്ടോകാഡ് സോഫ്റ്റ്വെയർ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ വിൻഡോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പം ഡിഫോൾട്ടായിട്ട് നമുക്ക് വരുന്ന യൂണിറ്റ് ചിലപ്പോൾ ഇഞ്ചസ് ആയിരിക്കും. നമ്മൾ സോഫ്റ്റ്വെയർ ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഞ്ചസ് ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ ന്യൂല് വരിക. ന്യൂല് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു രീതിയായിരിക്കും, യൂസ് എ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഇതിലൊരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്യുക. acad.dwt എന്ന് പറഞ്ഞ ടെംപ്ലേറ്റ് ചൂസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുത്ത് വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുക. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങളിതിൽ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, സ്റ്റാർട്ടപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. വിൻഡോയിൽ സ്റ്റാർട്ടപ്പ് എൻ്റർ ചെയ്തിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അതിൽ 0 അല്ലെങ്കിൽ 3 ആയിരിക്കും വാല്യൂ കാണിക്കുക. അവിടെ നിങ്ങൾ 1 ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. 1 ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് മെട്രിക് യൂണിറ്റിലേക്ക് സെറ്റ് ആയിക്കോളും. രണ്ടാമത്തെ കേസ്, മെനു ബാർ എന്ന് ടൈപ്പ് ചെയ്യുക. മെനു ബാർ എൻ്റർ ചെയ്തിട്ട് കീബോർഡിൽ എൻ്ററോ അതല്ലെങ്കിൽ സ്പേസോ പ്രസ് ചെയ്താൽ മതി. അതിലും 1 ടൈപ്പ് ചെയ്യുക വാല്യൂ, ജസ്റ്റ് എൻ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഓട്ടോകാഡിൻ്റെ ഈ സ്മോൾ ആയിട്ടുള്ള ചെറിയൊരു ക്ലോസ് ഉണ്ട് അവിടെ, മെയിൻ ക്ലോസിന് താഴെ തന്നെ ചെറിയൊരു ക്ലോസ് ആണ്. ആ ക്ലോസ് അടിച്ചിട്ട് വിൻഡോ ക്ലോസ് ചെയ്ത് കളയാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ന്യൂല് വരിക. അപ്പോൾ നിങ്ങൾക്ക് മെട്രിക് ഓൺ ആയിട്ടുണ്ട് ഫസ്റ്റ് ഓപ്ഷനായിട്ട്. അവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് എന്ന് കാണാം. അതിൽ 2 സെറ്റിംഗ്സ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഇമ്പീരിയൽ സെറ്റിംഗ്സും ഒന്ന് മെട്രിക് സെറ്റിംഗ്സും. അപ്പം നമുക്ക് ഇമ്പീരിയൽ എന്ന് പറഞ്ഞാൽ ഫീറ്റ് ആൻഡ് ഇഞ്ചസിലാണ് യൂണിറ്റ് സിസ്റ്റം ഉണ്ടാവുക. നിങ്ങളത് മെട്രിക്കിലേക്ക് ചേഞ്ച് ചെയ്യുക. മെട്രിക്കിൽ ഡിഫോൾട്ട് മില്ലിമീറ്റർ ആണ് യൂണിറ്റ് ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുത്തിട്ട് സോഫ്റ്റ്വെയർ ഓൺ ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ സോഫ്റ്റ്വെയർ ഓൺ ആയിട്ടുണ്ട്. അപ്പം ഇതിൽ നിങ്ങൾ ഇനി അടുത്ത ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ടൂൾ ബാറുകളൊക്കെ കാണാം. നമുക്ക് മേജറായിട്ട് 3 ടൂൾ ബാറുകൾ പഠിച്ചെടുക്കണം. അതിൽ ഒന്നാമത്തെ ടൂൾ ബാർ ഡ്രോ ടൂൾ ബാർ, സെക്കൻഡ് മോഡിഫൈ, തേർഡ് ഡയമെൻഷൻ ടൂൾ ബാർ. ഇത്രയും ടൂൾ ബാറാണ് നമ്മൾ പഠിക്കേണ്ടത്. നിങ്ങൾ ഓട്ടോകാഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഓട്ടോകാഡിൻ്റെ യൂണിറ്റ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. UN ആണ് യൂണിറ്റിൻ്റെ കമാൻഡ്. അപ്പോൾ നിങ്ങൾ കീബോർഡിൽ UN ടൈപ്പ് ചെയ്യണം. കമാൻഡ് ലൈനിൽ ഇതാണ് കമാൻഡ് ലൈന്. ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, UN ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡ്രോയിങ് യൂണിറ്റ് കാണാം. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലെങ്ത് തന്നിട്ടുണ്ട്, ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഫോളോ ചെയ്യേണ്ട ഡെസിമൽ സിസ്റ്റമാണ്. ഇതിനുള്ളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത ടൈപ്പ് നിങ്ങൾക്ക് ആർക്കിടെക്ചറിൽ കാണാം, ഡെസിമൽ കാണാം, എഞ്ചിനീയറിംഗ്, ഫ്രാക്ഷണൽ, സയൻറ്റിഫിക്. ഇത് നിങ്ങൾ ഡെസിമൽ മാത്രം കീപ്പ് ചെയ്യുക. അതേപോലെ തന്നെ വാല്യൂ പ്രിസിഷൻ 0.00 മാത്രം മതി നമുക്ക്. ഇത്രയും ഹൈലി പ്രിസൈസ് ആയിട്ട് ഡ്രോയിങ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ അല്ല മെഷർ ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ 0.00 മിനിമം കീപ്പ് ചെയ്യുക ലെങ്ത്തിൽ. അതുപോലെ ആംഗിൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഡെസിമൽ ഡിഗ്രിയാണ്. ഇതിൽ പല ടൈപ്പ് ഉണ്ട്, ഡിഗ്രി, മിനിറ്റ്, സെക്കൻഡ്, ഗ്രേഡ്സ്, റേഡിയൻ യൂണിറ്റ്, സർവേയർ യൂണിറ്റ്, പല ടൈപ്പിലുണ്ട്. നമുക്ക് ഡെസിമൽ ഡിഗ്രി മതി. ഡെസിമൽ ഡിഗ്രി കറക്റ്റ് കീപ്പ് ചെയ്യുക. അതിലെന്ത് ചെയ്യുക, പ്രിസിഷൻ 0.00 കീപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞിട്ട്, അതായത് നിങ്ങൾ ആംഗിൾ ഏത് ഡയറക്ഷനിലാണ് മെഷർ ചെയ്യുക എന്നുള്ള. ആംഗിൾ എപ്പോഴും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും പോസിറ്റീവ് എന്ന് പറയുന്നത്. ക്ലോക്ക് വൈസ് നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഡിഫോൾട്ട് ആന്റി ക്ലോക്ക് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇവിടെ ചേഞ്ച് ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ യൂണിറ്റിൽ ഇൻസർഷൻ സ്കെയിൽ മില്ലിമീറ്റർ കറക്റ്റ് ആണ്. ലൈറ്റിംഗിൽ ഇന്റർനാഷണൽ ആണല്ലോ, സിസ്റ്റം ഇന്റർനാഷണൽ ആണ്. അതേപോലെ തന്നെ ഡയറക്ഷൻ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത് ഈസ്റ്റ് ഡയറക്ഷൻ 0 ഡിഗ്രി ആയിരിക്കണം. സിസ്റ്റം ഡിഫോൾട്ടും ഈസ്റ്റ് ആയിരിക്കും 0. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്തപ്പോൾ കാണാം ഈസ്റ്റ് 0, നോർത്ത്, വെസ്റ്റ്, സൗത്ത് ഒക്കെ 0, 90, 180, 270. അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ആംഗിൾ ചേഞ്ച് ആവുക. അപ്പോൾ ഈസ്റ്റിൽ നിങ്ങൾ 0 കീപ്പ് ചെയ്യുക, ഓക്കെ അടിക്കുക, ഓക്കെ അടിക്കുക. അപ്പോൾ നിങ്ങൾ യൂണിറ്റ് കറക്റ്റായി. ഇനി രണ്ടാമത്തെ കേസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പേപ്പർ ലിമിറ്റ് കറക്റ്റ് ആണെന്നുള്ള. അത് 2 രീതിയിലാണ്. കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു പ്രൊജക്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ 2 രീതിയിലാണ് ചെയ്യുക. ഒന്നെങ്കിൽ ആദ്യമേ ലിമിറ്റ്, പേപ്പർ ലിമിറ്റ് സെറ്റ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യും. അതല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ട് ഡിസൈൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഡ്രോയിങ് ബ്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ വരച്ചു പോകും. ഇതാണ് എൻ്റെ ഡ്രോയിങ് എങ്കിൽ ഇതിന് ടോട്ടൽ ഒരു ഔട്ടർ സൈസ് ഉണ്ടാവില്ല. അത് ഏത് ഷീറ്റിൻ്റെ ഉള്ളിലാണോ വരിക വെച്ചാൽ ആ ഷീറ്റിൻ്റെ ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഇവിടേക്ക് ലോഡ് ചെയ്യും. ആ ലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവിടുന്ന് പ്രിന്റ് ചെയ്യും. അതല്ലെങ്കിൽ ലിമിറ്റ് കറക്റ്റ് ചെയ്തിട്ട് വരയ്ക്കും. ഇപ്പം ലിമിറ്റ് കറക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ പേപ്പറിൻ്റെ സൈസുകൾ അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കണം. A4 മുതൽ A0 വരെയുള്ള പേപ്പറിൻ്റെ സൈസ് എങ്കിലും അറ്റ്ലീസ്റ്റ് മിനിമം പഠിച്ചിരിക്കണം. പല സീരീസിൽ പേപ്പർ ഉണ്ട്, A സീരീസ്, B സീരീസ് എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾ A4 മുതൽ A0 വരെയുള്ള പേപ്പർ. അപ്പോൾ A4ൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 297x210 ആണ് അതിൻ്റെ മില്ലിമീറ്ററിലെ സൈസ് വരുന്നത്, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ പേപ്പറിൻ്റെ ഓറിയന്റേഷൻ പോർട്രേറ്റ് ആക്കണം. എന്ത് ചെയ്യും, പേപ്പർ നല്ല തരതിരിച്ച് പിടിച്ചാൽ മതി. അതായത് ഇത് ലാൻഡ്സ്കേപ്പ് ഡയറക്ഷൻ ആണെങ്കിൽ ഇതിന് നേരെ കുത്തനെ വരുന്നതായിരിക്കും പോർട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 297x210
210 ആണ് നീളം ഇൻറ്റു വീതി എങ്കിൽ 210 ഇൻറ്റു 297 ആയിരിക്കും അതിൻ്റെ പോർട്രേറ്റ് സൈസ് വരിക. അപ്പോൾ നിങ്ങൾ A4 പഠിച്ചു നോക്കണം, A3 പഠിച്ചു നോക്കണം. A3 420 ഇൻറ്റു 297 ആണ് വരിക. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പോർട്രേറ്റ് ഉണ്ടാവുക. അടുത്തത് A2 ആണ് വരിക. A2 594 ഇൻറ്റു 420 ആണ് വരിക. A1 841 ഇൻറ്റു 594 ആണ് വരിക. ലാസ്റ്റ് A0 1189 ഇൻറ്റു 841 ആണ് വരിക. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. നോട്ട് ചെയ്തതിന് ശേഷം അത് പഠിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പേപ്പർ സെറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഇതിൽ സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു A4 പേപ്പർ സൈസാണ്. അതെങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ ലിമിറ്റ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ കീബോർഡിൽ നിങ്ങൾ ലിമിറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ലിമിറ്റ്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലിമിറ്റ്സിൽ സ്പെസിഫൈ ലോവർ ലെഫ്റ്റ് കോർണർ. ഒരു പേപ്പറിന്റെ ലോവർ ലെഫ്റ്റ് കോർണർ ഒറിജിൻ ആയിരിക്കും, അതായത് 0 ആയിരിക്കും. എക്സ് വാല്യൂം വൈ വാല്യൂം 0 ആയിരിക്കും. അതായത് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ 0,0 എന്ന് ടൈപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ ജസ്റ്റ് എൻ്റർ ചെയ്താലും മതി. ഞാൻ ഇവിടെ 0,0 കൊടുത്തു, എക്സ് വൈ എന്നുള്ള രീതിയിൽ എൻ്റർ ചെയ്തു. പിന്നെ ചോദിക്കുന്നത് എന്താ, സ്പെസിഫൈ അപ്പർ റൈറ്റ് കോർണറാണ്. അതൊരു പേപ്പറിന്റെ അപ്പർ റൈറ്റ് കോർണർ എന്ന് പറയുന്നത് നമ്മുടെ പേപ്പർ സൈസ്. അവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താണ്, 420 ഇൻറ്റു 297 ആണ്. അതായത് A3 ആണ് സിസ്റ്റം ഡിഫോൾട്ട് പേപ്പർ സൈസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, A4 പേപ്പർ കൊടുക്കുക 297,210 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പേപ്പർ ലിമിറ്റ് സെറ്റ് ആവും. എസ്കേപ്പ് അടിച്ച ടൂൾ എല്ലാം ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്കൊരു പേപ്പർ ലിമിറ്റ് ഇതിൽ സെറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ 2-3 കാര്യങ്ങൾ ചെയ്യണം. അതായത് ഈ ഫംഗ്ഷൻ കീയിൽ ഫസ്റ്റ് വണ്ണാണ് ഗ്രിഡ് ഡിസ്പ്ലേ അല്ലെങ്കിൽ ഗ്രിഡ് മോഡ് എന്ന് പറയുന്നത്. ഇത് ഓൺ ചെയ്ത് നിങ്ങൾക്ക് കുറേ ലൈൻസ് ഇങ്ങനെ വരുന്നതായിട്ട് കാണാം. കണ്ടോ, കുറേ ലൈൻസ്. ഈ ഒരു ബോക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിംഗിൾ ബോക്സിൽ എക്സ് ഡിസ്റ്റൻസ്, അതായത് ഈ പോയിന്റ് മുതൽ അടുത്ത പോയിന്റിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡീഫോൾട്ട് 10 മില്ലിമീറ്റർ ആയിരിക്കും. അത് നമുക്ക് വേണമെങ്കിൽ 1 മില്ലിമീറ്ററിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ വൈ ഡയറക്ഷനും വരിക 10 മില്ലിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഗ്രിഡ് ഓൺ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, സ്നാപ്പ് മോഡ് എന്ന് പറഞ്ഞിട്ട്. F9 ആണ് ഫംഗ്ഷൻ കീ. അത് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കട്ടെ, F9. ഇത് ഓൺ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു ലൈൻ ടൂളൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കൂടി മാത്രമേ ലൈൻ പാസ് ആവുള്ളൂ. ഈ ഗ്രിഡ് ലൈൻ ഇന്റർസെക്ഷൻ ലൈൻ വരുന്നില്ല, അവിടെ മാത്രമേ ലൈൻ പാസ് ആവുള്ളൂ. അല്ലാണ്ട് നമുക്കൊരു അളവിൽ ഇപ്പോൾ 10 mm ആണ് ഞാൻ ഡീഫോൾട്ട് തന്നു. ഇപ്പോൾ 15 mm വരയ്ക്കണം നടക്കൂല, അതിൽ സെലക്ഷൻ കിട്ടില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ സ്നാപ്പ് ഓഫ് ചെയ്യാം. സ്നാപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് ഡയറക്ഷനിലും വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ ഓഫ് ചെയ്തു. ഓർത്തോ ഓഫ് ചെയ്യുക. ഇതാണ് ഓർത്തോ മോഡ്. F8 ആണ് ഫംഗ്ഷൻ കീ. ഇത് ഓൺ ചെയ്ത ലൈൻ എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ട് മാത്രമേ പാസ് ചെയ്യുള്ളൂ. അപ്പോൾ ഓർത്തോ ഓഫ് ചെയ്തു. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞിരുന്നുണ്ട് F8 ഫംഗ്ഷൻ, ഓരോ ഫംഗ്ഷൻ കീൻ്റെ ഡീറ്റെയിൽ. ഓക്കെ, ഇതിൽ നോക്കുക, അത് കണ്ടോ ഏത് ഡയറക്ഷനിലും പാസ് ആവും. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സ്നാപ്പും ഗ്രിഡും ഓഫ് ചെയ്തു. നമുക്ക് തൽക്കാലം ഇപ്പോൾ ആവശ്യമില്ല. ഗ്രിഡ് കാണാൻ വേണം. അത് നമുക്ക് ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രിഡ് ലൈൻസ് അല്ലെങ്കിൽ ഗ്രിഡിന്റെ പോയിന്റ് ഡിസ്പ്ലേ നമുക്ക് വിൻഡോയിൽ കാണാം. അതുകൊണ്ട് ഇത് മാത്രം ഞാൻ ഓൺ ചെയ്ത് വെച്ചു. ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്യണം. കീബോർഡിൽ ഡിലീറ്റ് കൊടുത്താൽ സെലക്ട് ചെയ്തതിനു ശേഷം അപ്പോൾ അതിൽ നിങ്ങൾ ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സ് എടുക്കുക. DS ആണ് കമാൻഡ്, അതിനല്ലെങ്കിൽ SC എന്ന് പറയും. ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സ് എടുക്കുക, എൻ്റർ ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ഗ്രിഡിന്റെ ഓപ്ഷനും കാണാം, സ്നാപ്പിന്റെ ഓപ്ഷനും കാണാം. ഡിഫോൾട്ട് എന്താണ്, എക്സും വൈയും സ്പേസിങ്. ഗ്രിഡിലും തന്നിരിക്കുന്ന വൈ, സ്നാപ്പിലും തന്നിരിക്കുന്ന 10 mm ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, 1 mm ചേഞ്ച് ചെയ്യുക. അപ്പോൾ 1 ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്താൽ മതി കേട്ടോ. ഇവിടെ 1 കറക്റ്റ് ആവും. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക, 1 കൊടുക്കുക. ജസ്റ്റ് പുറത്തോടെ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി 1 ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈക്വൽ എക്സ് ആൻഡ് വൈ സ്പേസിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത കേസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഒരു ഗ്രിഡിന്റെ ഒരു ബിഹേവിയർ ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഡിസ്പ്ലേ ഗ്രിഡ് ബിയോണ്ട് ലിമിറ്റ് എന്നാണ്. അതായത് നിങ്ങൾ ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്തേക്കും ഗ്രിഡ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഈ ഓപ്ഷൻ ഓൺ ആയി കൊണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ പോകും, ഒരു ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിമിറ്റിന്റെ ഉള്ളിൽ മാത്രമേ ഗ്രിഡ് ഡിസ്പ്ലേ ആവുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ അൺടിക്ക് ചെയ്ത് ഓക്കെ അടിച്ചു. അൺടിക്ക് ചെയ്ത് ഓഫ് ചെയ്ത സമയത്ത് നിങ്ങൾ കണ്ടോ ഇവിടെ ലൈൻസ് എല്ലാം കൂടി അറേഞ്ച് ചെയ്തു. ഗ്രിഡ് ലൈൻസ് കംപ്ലീറ്റ് 297 mm × 210 ഹൈറ്റിലേക്ക് കവർ ചെയ്തു. ഇതാണ് പേപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു ഡ്രോയിങ് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ഡ്രോയിങ് വരച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രിന്റ് കൊടുക്കുന്ന സമയത്ത് വിത്തിൻ ലിമിറ്റിലാണ് പ്രിന്റ് എങ്കിൽ, പേപ്പർ പ്രിന്റ് എങ്കിൽ ഈ ലിമിറ്റിൻ്റെ ഉള്ളിൽ മാത്രമുള്ള ഡ്രോയിങ് മാത്രമേ പ്രിന്റിൽ പേപ്പറിൽ കാണാൻ പറ്റുള്ളൂ. ബാക്കി പുറത്തുള്ളതൊന്നും കാണില്ല. ഒരു കേസ് ഉണ്ട്, അതായത് നിങ്ങളിപ്പോൾ ആദ്യം ലിമിറ്റ് സെറ്റ് ചെയ്ത് വെച്ചു. ഡ്രോയിങ് ഡിസൈൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന പേപ്പർ ലിമിറ്റിന്റെ പുറത്ത് ഡ്രോയിങ് പോയിട്ടുണ്ടെങ്കിൽ പേപ്പർ ലിമിറ്റ് പിന്നെ ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് നമ്മളെ പേപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു ഡ്രോയിങ് വരയ്ക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് ഡ്രോയിങ് ഉള്ളത്. നിങ്ങൾ വിത്തിൻ ലിമിറ്റിലാണ് പ്രിന്റ് എടുക്കുന്നെങ്കിൽ ഈ ലിമിറ്റിന്റെ ഉള്ളിലുള്ള മാത്രമേ പേപ്പറിലേക്ക് പ്രിന്റ് ചെയ്ത് വരുള്ളൂ, ബാക്കി മൊത്തം കാണില്ല. അപ്പം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ട് ലിമിറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിപ്പോൾ A4 കിടക്കുന്നത്, A4 ഈ ഡ്രോയിങ് പറ്റില്ല. അപ്പം ഞാൻ A3 ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ ലിമിറ്റ് തന്നെ ടൈപ്പ് ചെയ്യുക, ലിമിറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്താണ് 0,0 ആണ്. അപ്പോൾ ഞാൻ 0,0 തന്നെ കൊടുത്തു, എൻ്റർ ചെയ്തു.
ലോവർ ലെഫ്റ്റ് കോൺ അടുത്ത് എന്ത് ചെയ്യുക 420,297 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പം പേപ്പർ ലിമിറ്റ് ചേഞ്ച് ചെയ്യും. എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയി. ഓക്കെ, ഈ ഡ്രോയിങ് ഈ ലിമിറ്റിനുള്ളിൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ലിമിറ്റ് അല്ലെങ്കിൽ പേപ്പർ ലിമിറ്റ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫ്യൂച്ചറിൽ കമ്പനിയിലൊക്കെ വർക്ക് സമയത്ത് ഇങ്ങനെ ആരും ചെയ്യാൻ നിൽക്കില്ല. എല്ലാവരും എന്താ ചെയ്യാന്ന് വെച്ചാൽ ബ്ലൈൻഡ് ആയിട്ട് ഡിസൈൻ ചെയ്യും. ആവശ്യമുള്ള കാര്യങ്ങൾ മൊത്തം ബ്ലൈൻഡ് ആയിട്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും, ഈ ഷീറ്റ് വരുന്ന ടെംപ്ലേറ്റ് ഉണ്ട്, എല്ലാ കമ്പനീസിനകത്തും എല്ലാ സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഈ ടെംപ്ലേറ്റ് എടുത്ത് എന്ത് ചെയ്യും, നേരെ ഷീറ്റിലേക്ക് ലോഡ് ചെയ്യും. ഈ ഒരു ഡ്രോയിങ് ഇവിടെ ഉണ്ട് എന്നിട്ട് എൻ്റെ അടുത്ത് വേറൊരു ടെംപ്ലേറ്റ് ഉണ്ട്, ഇതാണ് ടെംപ്ലേറ്റ്, ഇതാണ് ഡ്രോയിങ് എങ്കിൽ ഡ്രോയിങ് ഇവിടെ വരച്ച് ഫിനിഷ് ചെയ്ത ശേഷം ടെംപ്ലേറ്റ് എടുക്കും, നേരെ മൂവ് ചെയ്തിട്ട് പൊസിഷനിൽ കറക്റ്റ് ചെയ്യും. അപ്പോൾ വിത്തിൻ ലിമിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് മേജറായിട്ട് 3 ടൂൾ ബാറുകൾ പഠിച്ചെടുക്കണം. പിന്നെ കുറച്ച് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ടൂൾ ബാറുകളുണ്ട്. അതിൽ ഒന്നാമത്താണ് ഡ്രോ ടൂൾ ബാർ. ഇതാണ് ഡ്രോ ടൂൾ ബാർ എന്ന് പറയുന്നത്, ഈ കാണുന്നത്. അതേപോലെ തന്നെ മോഡിഫൈ, ഇതാണ് മോഡിഫൈ. ഇതാണ് ഡയമെൻഷൻ ടൂൾ ബാർ. ഇതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിച്ചെടുക്കേണ്ടത്. ഓട്ടോകാഡിന്റെ വർക്ക് സ്പേസ് നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കാണാം, ഇവിടെ മുകൾ ഭാഗത്ത് കാണാം, ഇതാണ് ഡ്രോ ഏരിയ, മോഡിഫൈ ഏരിയ, ഡയമെൻഷൻ ഏരിയ. അത് നിങ്ങൾക്ക് ആനോട്ടേറ്റ് ഒന്നും ചെയ്യാൻ പറ്റും. ആനോട്ടേറ്റ് എന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ആനോട്ടേഷൻസ് ആണ് വരിക. അത് നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് ഡയമെൻഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് കുറച്ച് ടൂൾ ബാറുകളുണ്ട്, പ്രോപ്പർട്ടീസ്, സ്റ്റൈൽസ്, ലേയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൂൾ ബാർ എങ്ങനെ ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മെനു ബാർ കാണാം ഏറ്റവും മുകളിൽ, അതിൽ ടൂൾസ് കാണാം. ടൂൾസിൽ പോയി കഴിഞ്ഞാൽ ടൂൾ ബാർ ഉണ്ട്, അതിൽ ഓട്ടോകാഡ് ഉണ്ട്. ഇതിൽ കുറേ ടൂൾ ബാർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ടിക്ക് മാർക്ക് കൊടുത്തൊക്കെ എന്താണ്, നമ്മൾ ലോഡ് ചെയ്ത ടൂൾ ബാറാണ്. ഇൻ കേസ് ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഡയമെൻഷൻ ടൂൾ ബാർ നിങ്ങൾക്ക് ഇല്ല, അത് ഓഫ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡയമെൻഷൻ ടൂൾ ബാർ കാണുന്നില്ലല്ലോ. ടൂൾസിൽ വരിക, ടൂൾ ബാറിൽ പോവുക, ഓട്ടോകാഡ് എടുക്കുക, ഡയമെൻഷൻ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഡയമെൻഷൻ ടൂൾ ബാർ വരും. ഒന്നെങ്കിൽ ഇങ്ങനെ ലോഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഓൾറെഡി ലോഡ് ചെയ്ത് ഏതെങ്കിലും ടൂൾ ബാറിന്റെ മുകളിൽ നിങ്ങളൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇപ്പോൾ ഡയറക്റ്റ് ടൂൾ ബാർ ലിസ്റ്റ് വരും. ഈ ടൂൾ ബാർ ലിസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്താൽ മതി. ഇതിൽ നിങ്ങളത് എടുക്കുന്നത് ഒന്ന് ഡയമെൻഷൻ, ഒന്ന് ഡ്രോ, ലെയേഴ്സ്, മോഡിഫൈ, പ്രോപ്പർട്ടീസ്, സ്റ്റൈൽസ്. താഴോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടൂൾ ബാർ ഇങ്ങനെ കാണാൻ പറ്റും. ഇത്രയും ടൂൾ ബാർ ആണ് നിങ്ങൾക്ക് ലോഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടൂൾ ബാറും ഇവിടെ ലോഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡ്രോ ഏരിയ വെക്കുക, റൈറ്റ് സൈഡിൽ മോഡിഫൈ, ടോപ്പിൽ ഡയമെൻഷൻ. പിന്നെ അതിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഇതാണ് പ്രോപ്പർട്ടീസ് ടൂൾ ബാർ. നമുക്ക് കളറ് കാര്യങ്ങൾ ലൈൻ വെയിറ്റ് ഒക്കെ കൊടുക്കാനുള്ള ടൂൾ ബാറാണ്. അപ്പോൾ അത് നിങ്ങൾ എടുത്ത് വെക്കുക, അങ്ങനെ പ്രസ് ചെയ്ത് ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് സ്റ്റൈൽസ് ടൂൾ ബാർ കാണാം, നിങ്ങൾ ഡയമെൻഷൻ സ്റ്റൈലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ ബാറാണ്. ഇവിടെ ലെയർ ടൂൾ ബാർ കാണാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സപ്പോർട്ടിങ്ങിന് ഒരുപാട് ടൂൾസ് വേറെയുണ്ട്, വഴിയെ നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് വിത്ത് ഡ്രോ ടൂൾ ബാർ. ഡ്രോ ടൂൾ ബാറിലെ ഫസ്റ്റ് ടൂളാണ് ലൈൻ എന്ന് പറയുന്നത്. ഇതാണ് ലൈൻ ടൂൾ. നിങ്ങൾക്ക് ഓട്ടോകാഡിൽ ടൈപ്പ് ചെയ്ത് കമാൻഡുകളായിട്ട് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ടൂൾ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക, കമാൻഡ് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അതല്ലെങ്കിൽ ജസ്റ്റ് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ലൈൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ലൈൻ ടൂൾ എടുത്തു, ജസ്റ്റ് ഇങ്ങനെ വരച്ച് പോവാണ്, കണ്ടോ. എനിക്ക് വിൻഡോയിൽ ഇങ്ങനെ ലൈന് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ചില സമയത്ത് നിങ്ങൾ ഓട്ടോകാഡിൽ ടൂൾസൊക്കെ എടുത്തു കഴിഞ്ഞാൽ താഴെ കുറേ ഓപ്ഷൻസ് കാണാം, കണ്ടോ. കുറേ ഫംഗ്ഷൻ കീസ് വരുന്ന ഓപ്ഷൻ, ഇതെല്ലാം ഞാനൊന്ന് ഓഫ് ചെയ്ത് വെക്കുകയാണ്. എല്ലാം ഒന്ന് ഓഫ് ചെയ്തു. ഇപ്പോൾ ഒന്നും ഓൺ ആയിട്ടില്ല. പിന്നെ നിങ്ങൾ ലൈൻ എടുക്കുകയാണെങ്കിൽ ലൈൻ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ലൈൻ കിട്ടുമെങ്കിലും അത് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല. ആംഗിളിലൊക്കെയാണ് ലൈൻ പോകുന്നത്, കറക്റ്റ് സ്ട്രെയിറ്റ് 0 ഡിഗ്രി 90 ഡിഗ്രി എന്നും പറഞ്ഞ് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം ഒരു ഓർത്തോ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഓർത്തോ മോഡ് എന്ന് പറയും. ഫംഗ്ഷൻ കീ F8 ആണ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നോട്ട് ചെയ്ത് വെക്കുക. F8 ആണ് ഫംഗ്ഷൻ കീ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫംഗ്ഷൻ കീ ആണ്. അപ്പോൾ നിങ്ങൾ F8 നിങ്ങൾ ഒരു തവണ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു ലൈൻ എടുത്ത് വരയ്ക്കുന്ന സമയത്ത് ലൈൻ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ പാസ് ചെയ്യുള്ളൂ, ഉണ്ടോ. ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും മാത്രമേ ലൈൻ പാസ് ആവുള്ളൂ. ക്ലിയർ. അപ്പം നിങ്ങൾക്ക് ആംഗിളിൽ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഓർത്തോ അവിടെ വന്നിട്ട് ഓഫ് ചെയ്യാം. ഇനി ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഏത് ആംഗിളിലേക്കും ലൈൻ പാസ് ആവും. ക്ലിയർ അല്ലേ. അപ്പം ഞാനിത് സെലക്ട് ചെയ്യുകയാണ്. കീബോർഡിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് അടിക്കുക, അതല്ലെങ്കിൽ മോഡിഫൈ ടൂൾ ബാറിൽ ഫസ്റ്റ് ടൂളാണ് ഇറേസ് ടൂൾ. ഈ ആണ് കമാൻഡ്. അപ്പം നിങ്ങൾ ഇറേസ് ടൂൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ഡിലീറ്റ് ആയിക്കോളും. നോർമലി കീബോർഡിൽ ഡിലീറ്റ് ചെയ്യുന്ന സെയിം ഫംഗ്ഷൻ തന്നെയാണ് വരിക. ഓക്കെ, ഇനി ഞാനെന്ത് ചെയ്യും, ലൈൻ എടുത്തു, ലൈൻ ഓർത്തോ ഓൺ ചെയ്തു, സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. എൻ്റെ ആവശ്യം 100 mm ലെങ്ത്തിൽ ലൈൻ വരയ്ക്കാം. അപ്പോൾ ഞാൻ 100 എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ താഴെ നിങ്ങൾക്ക് കാണാം 100 എന്ന് ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ കമാൻഡ് ലൈൻ എന്ന് പറയും ഓട്ടോകാഡിൻ്റെ. അവിടെയാണ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുന്ന വാല്യൂസും കാര്യങ്ങളും കാണാൻ പറ്റുക. അപ്പോൾ ഞാൻ 100 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു.
എൻ്റർ എന്ന് പറഞ്ഞാൽ കീബോർഡിൽ സ്പേസ് അടിക്കുക അതല്ലെങ്കിൽ എൻ്റർ ചെയ്യുക. ഇനി ഡയറക്ഷൻ നോക്കുക. 100 എവിടെയാണ്? ഇവിടെയാണ് എൻ്റെ ആയിരിക്കുന്നത്. ഞാൻ സൂം ചെയ്യാണ്, മൗസിന്റെ വീല് യൂസ് ചെയ്തിട്ട് സ്ക്രോൾ ഇന്ന് സ്ക്രോൾ ഔട്ട്, അതായത് അതാണ് സൂം ഇന്നും സൂം ഔട്ടും. സ്ക്രോൾ ചെയ്തു. അതുപോലെ മൗസിന്റെ വീല് നിങ്ങൾ പ്രസ് ചെയ്ത് പിടിച്ച് നീക്കി കഴിഞ്ഞാൽ പാൻ ചെയ്യാൻ പൊസിഷൻ കറക്റ്റ് ചെയ്യാം. ഞാൻ മുകളിലോട്ട് വെച്ചു, 25 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ഡയറക്ഷൻ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കി വെച്ചു. 100 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. താഴോട്ട് വെച്ചു, 25 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. എസ്കേപ്പ് ടൂള് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യും. ഇപ്പം നിങ്ങൾക്കൊരു റെക്റ്റാങ്കിൾ കിട്ടിയിട്ടുണ്ട് കറക്റ്റായിട്ട്. ഓക്കെ, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം, കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ട്. നിങ്ങൾ ഈ ലൈൻ ടൂൾ എടുക്കുന്നതിന് മുൻപ് ഇവിടെ ഓർത്തോ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അതായത് ലൈൻ സ്ട്രൈറ്റ് ആയിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഓപ്ഷൻ ഉണ്ട്, ഡൈനാമിക് ഇൻപുട്ട് അല്ലെങ്കിൽ ഡൈനാമിക് മോഡ് എന്ന് പറയും. അതിന്റെ ഫംഗ്ഷൻ കീ F12 ആണ്. അപ്പോൾ നിങ്ങൾ ഇതും കൂടി അതിന്റെ കൂടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലൈൻ എടുക്കുകയാണെങ്കിൽ വിൻഡോയിൽ നിങ്ങൾക്ക് ഡയമെൻഷൻ കാണാൻ പറ്റും. കണ്ട, വിൻഡോയിൽ ഡയമെൻഷൻ വരുന്നു. അവിടെ നിൽക്കുവാണെങ്കിൽ 100 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. മുകളിലോട്ട് മൗസ് വെക്കുക, 25 എൻ്റർ. ഡയറക്ഷൻ ലെഫ്റ്റോട്ട് വെക്കുക, 100 എൻ്റർ. ഇനി നിങ്ങൾ താഴോട്ട് വന്നിട്ട് ഒന്നെങ്കിൽ 25 ടൈപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് വന്ന് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഇവിടെ ഒരു കണക്ഷൻ കിട്ടുന്നില്ല, അതൊരു എൻ പോയിന്റ് കണക്ഷൻ കിട്ടുന്നില്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം, ഒബ്ജക്റ്റ് സ്നാപ്പ്, അതല്ലെങ്കിൽ ഓ സ്നാപ്പ് എന്ന് പറയും. ഫംഗ്ഷൻ കീ F3 ആണ്. അപ്പൊ അതും കൂടി നിങ്ങൾ ഓൺ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ സെലക്ഷൻസ് കിട്ടും. കണ്ടോ, കറക്റ്റ് എൻ പോയിന്റ് കിട്ടി, അവിടെ ക്ലിക്ക് ചെയ്യുക, എസ്കേപ്പ് അടിച്ച് ടൂള് ക്യാൻസൽ ചെയ്യുക. ക്ലിയർ ആണോ? ഇതാണ് ലൈൻ വരയ്ക്കുന്ന മെത്തേഡ്. അപ്പൊ നിങ്ങൾക്ക് ലൈന് സ്ട്രെയിറ്റ് ആയിട്ട് എങ്ങനെ വേണം വരയ്ക്കാം, അത് ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ട് എങ്ങനെ വേണം വരയ്ക്കാം. അതേപോലെ തന്നെ എപ്പോഴും നമുക്ക് ഹൊറിസോണ്ടലും വെർട്ടിക്കലും മാത്രമല്ല ഉണ്ടാവുക, നമുക്ക് ചിലപ്പോൾ ആംഗിളിലൊക്കെ വരയ്ക്കാനുണ്ടാവും. ഒരു പെർട്ടിക്കുലർ ലെങ്ത്തിൽ പെർട്ടിക്കുലർ ആംഗിളിൽ നമുക്ക് വരയ്ക്കാനുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ലൈൻ ടൂൾ എടുത്തു. അപ്പം ഞാനിപ്പോൾ ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യാം. ഈ പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഓർത്തോ ഓഫ് ചെയ്തു. ഓർത്തോ ഓഫ് ചെയ്തിട്ട് ഡയറക്ഷൻ ഒന്നെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷൻ, അപ്വേർഡ് ഡയറക്ഷൻ. അപ്പം ഞാൻ മുകളിലോട്ട് വെച്ചു മൗസ്. എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് 135 ലെങ്ത് ഉള്ള ഒരു ലൈന് 25 ഡിഗ്രി ആംഗിളിൽ വരയ്ക്കണം. അപ്പം ഞാൻ ടൈപ്പ് ചെയ്യാണ്, 135 എന്ന് ടൈപ്പ് ചെയ്തു. എൻ്റർ ചെയ്യാൻ പാടില്ല, വളരെ ശ്രദ്ധിക്കുക, ഇവിടെ എൻ്റർ ചെയ്യരുത്. അവിടെ നിങ്ങൾ കീബോർഡിൽ ടാബ് പ്രസ് ചെയ്യുക. ടാബ് പ്രസ് ചെയ്ത ലെങ്ത് അങ്ങ് ലോക്ക് ആവും. അവിടെ നിങ്ങൾ കണ്ടോ ലോക്ക് സിമ്പിൾ ആണ്. ഇനി ലെങ്ത്തിൽ ഒരു ചേഞ്ച് വരില്ല. അപ്പൊ നിങ്ങൾക്ക് അടുത്ത് എന്താ വരിക, അവിടെ ആംഗിൾ ഓൺ ആവും. ആംഗിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡയറക്റ്റ് വാല്യൂ കൊടുക്കാം. അപ്പൊ എന്റെ ആവശ്യം 25 ഡിഗ്രി. അപ്പൊ നിങ്ങൾ 25 എന്ന് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക, എസ്കേപ്പ് അടിച്ച് ടൂൾ ക്യാൻസൽ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 25 ഡിഗ്രിയിൽ 135 mm ലെങ്ത്തിൽ നിങ്ങൾക്കൊരു ലൈൻ ജനറേറ്റ് ആവും. ഇത് നിങ്ങൾ വരച്ചത് കറക്റ്റ് ആണോ അല്ലയോ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം, ഇത് മെഷർ ചെയ്ത് കറക്റ്റ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഡയമെൻഷൻ ടൂൾ ബാറിൽ വരിക. ഡയമെൻഷൻ ടൂൾ ബാറിൽ ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ലീനിയർ ഡയമെൻഷൻ ആണ്. ലീനിയർ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ലെങ്ത്തുകൾ നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റും. കോമൺലി ഇതിന് DLI എന്ന് പറയും, D ഫോർ ഡയമെൻഷൻ, LI ഫോർ ലീനിയർ. അപ്പൊ നിങ്ങൾ ലീനിയർ ഡയമെൻഷൻ ക്ലിക്ക് ചെയ്യുക, ഫസ്റ്റ് പിക്ക് പോയിന്റ് നോക്കുക. ഇതാണ് എൻ്റെ ഫസ്റ്റ് പിക്ക് പോയിന്റ്, ദെൻ സെക്കൻഡ് പിക്ക് പോയിന്റ്, ദെൻ ഡ്രാഗ് ചെയ്യുക, പൊസിഷൻ കാണിക്കുകയാണ്, ഇവിടേക്കാണ് എനിക്ക് പ്ലേസ് ചെയ്യേണ്ടത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത പ്ലേസ് ആവും. ഇവിടെ 100 mm ലെങ്ത് കിട്ടി. എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡിൽ സ്പേസ് അടിച്ചാൽ പിന്നെ ടൂൾ ആക്ടിവേറ്റ് ആവും. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് താഴോട്ട് വരുന്ന സമയത്ത് ഒന്ന് സൂം ചെയ്യുക, അതല്ല ചിലപ്പോൾ ഇങ്ങോട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സൂം ചെയ്തിട്ട് കറക്റ്റ് പൊസിഷൻ ക്ലിക്ക് ചെയ്തതിനെ മാത്രം സൂം ഔട്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, പൊസിഷൻ ചെയ്യുക. അപ്പോൾ 100 ഇവിടെ കറക്റ്റ് ആണ്, 25 ഇവിടെ കറക്റ്റ് ആണ്. എൻ്റെ ആവശ്യം ഈ ലൈൻ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഇൻക്ലൈൻഡ് ലെങ്ത് അതിനെക്കൂടി ചെരിഞ്ഞ് കിടക്കുന്ന ഒരു ലൈൻ ആണല്ലോ. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ ആയിട്ടുള്ള ലീനിയർ ഡയമെൻഷൻ എടുത്തിക്കാല്ല. കാരണം ലീനിയർ ഡയമെൻഷനിൽ പോയിന്റ് ടു പോയിന്റ് ഡിസ്റ്റൻസേ കിട്ടുള്ളൂ, ഐദർ ഇറ്റ്സ് ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ സെക്കൻഡ് ടൂളിലേക്ക് പോകുക. സെക്കൻഡ് ടൂൾ എന്ന് പറയുന്നത് അലൈൻഡ് ഡയമെൻഷൻ ആണ്. അലൈൻഡ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫസ്റ്റ് പോയിന്റ് പിക്ക് ചെയ്യുക, ലാസ്റ്റ് പോയിന്റ് പിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, പ്ലേസ് ചെയ്യുക. ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ലൈൻ എപ്പോഴും പാരലൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? ചെരിഞ്ഞു കിടക്കുന്ന ലൈനിന് നിങ്ങൾക്ക് മെഷർ ചെയ്യണമെങ്കിൽ അലൈൻഡ് ഡയമെൻഷൻ യൂസ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആംഗിൾ മെഷർ ചെയ്യണം. ആംഗിൾ മെഷർ ചെയ്യാനുള്ള ടൂളാണ് ആംഗുലാർ. അപ്പൊ ഇതാണ് ആംഗുലാർ ടൂള്. ആംഗുലാർ ടൂൾ എടുക്കുക. അപ്പൊ നമുക്ക് ഇതൊരു ഹൊറിസോണ്ടൽ ലൈൻ ആണല്ലോ, അപ്പൊ ഇത് എക്സ്പ്ലെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഇവിടുന്ന് ഇവിടേക്കുള്ള ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റും കൂടി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡയറക്ഷൻ കാണിക്കുക, ഇവിടേക്കുള്ള ഡയറക്ഷൻ കാണിക്കുക, ഈ ഡയറക്ഷൻ കാണിക്കുക, ഇത് കാണിക്കുക. നമ്മൾ ആവശ്യം എന്താണ്, ഇവിടേക്കുള്ള 25 ഡിഗ്രിയാണ് കാണിക്കുക. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വെക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് 25 ഡിഗ്രി പ്ലേസ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ടൂൾ എന്ന് പറഞ്ഞ സർക്കിൾ ആണ്. C ആണ് സർക്കിളിന്റെ കമാൻഡ് എന്ന് പറയുന്നത്. ഇതാണ് സർക്കിൾ ടൂൾ, ഈ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒന്നെങ്കിൽ സർക്കിൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട്
ഡ്രാഗ് ചെയ്യാം. ഇപ്പോൾ ഡ്രാഗ് ചെയ്യുമ്പോൾ വരുന്ന റേഡിയസ് വരെയായിരിക്കും. ഫോർ എക്സാമ്പിൾ 25 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 25 സർക്കിൾ ആയിരിക്കും. ഞാൻ സൂം ചെയ്യാണ്, ഇതാണ് സർക്കിൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മെഷർ ചെയ്യാം, റേഡിയസ് മെഷർ ചെയ്യാം. ഇതാണ് റേഡിയസ് മെഷർ ചെയ്യാൻ ടൂൾ. ക്ലിക്ക് ചെയ്യുക, സർക്കിൾ സെലക്ട് ചെയ്യുക. എപ്പോഴും ഡയഗണലി മാത്രം പ്ലേസ് ചെയ്യുക, ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് ഡയഗണലി മാത്രം പ്ലേസ് ചെയ്യുക. R25. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഫുൾ സർക്കിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഡയമീറ്റർ കാണിക്കുക. ആർക്കാണെങ്കിൽ റേഡിയസും കാണിക്കുക. അപ്പോൾ ഞാൻ റേഡിയസിന് പകരം ഡയമീറ്ററോടെ മെഷർ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഡയമീറ്റർ ടൂൾ. ഡയമീറ്റർ എടുക്കുക, ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് പൊസിഷനിൽ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഡയമീറ്ററും കിട്ടി. ക്ലിയർ ആണോ? ഇത് നമ്മൾ സെൻറ്റർ റേഡിയസ് സർക്കിൾ എന്ന് പറയും. സർക്കിൾ തന്നെ പല ടൈപ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സർക്കിളിൻ്റെ ഓപ്ഷൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ഡ്രോയിൽ വരിക, ഇവിടെ കണ്ടോ ഡ്രോ ടൂൾ ബാർ, ഡ്രോയിൽ വരിക, സർക്കിളിൽ വരിക. ഇതാണ് സർക്കിളിൻ്റെ ഓപ്ഷൻസ്. സെൻറ്റർ റേഡിയസ്, സെൻറ്റർ ഡയമീറ്റർ, 2 പോയിന്റ്, 3 പോയിന്റ്, ടാൻ റേഡിയസ്, ടാൻ, അതായത് ടാൻജന്റ് 3 ടാൻജന്റുകൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു സർക്കിളാണ്. അതേപോലെ തന്നെ 2 ടാൻജന്റും ഒരു റേഡിയസും. ഇതിന് TTR മെത്തേഡ് എന്നും കൂടി പറയും, ടാൻ റേഡിയസ്. ഓക്കെ, അതല്ലെങ്കിൽ ഹോം പൊസിഷനിൽ വരും. ഇവിടെ ഹോം, ഇതിൽ സർക്കിൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ടൂൾ കിട്ടും. അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞ ടൂൾ ഏതാണ്? സെൻട്രൽ റേഡിയസ്. അതായത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത റേഡിയസ് വരുന്നതോ. ഈ റേഡിയസ് വരുന്ന സമയത്ത് നിങ്ങൾ D എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഡയമീറ്റർ കൊടുക്കാം. അപ്പം 50 ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ 50 ഡയമീറ്റർ ആയിരിക്കും. 50. ഓക്കെ, പ്ലേസ് ചെയ്ത് ഡയമീറ്റർ കാണിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കറക്റ്റ് ഡയമീറ്റർ 50. നിങ്ങൾ സർക്കിൾ എടുക്കുക, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ റേഡിയസ് ആയി വരിക എന്ന് ഞാൻ പറഞ്ഞു. അവിടെ നിങ്ങൾ D എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഡയമീറ്റർ ആണ് ഡയറക്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ 50 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 50 ഡയമീറ്റർ ആയിരിക്കും. ഇതാണ് ഡയമീറ്റർ മെഷർ ചെയ്യുന്നത്. സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, പ്ലേസ് ചെയ്യുക, കറക്റ്റ് ആയിരിക്കും. അപ്പോൾ സെൻറ്റർ റേഡിയസ് ആയി, സെൻറ്റർ ഡയമീറ്റർ ആയി. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് സർക്കിളും 3 പോയിന്റ് സർക്കിളാണ്. 2 പോയിന്റ് സർക്കിൾ, 3 പോയിന്റ് സർക്കിൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ടൂൾ. എൻ്റെ ആവശ്യം ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ കവർ ചെയ്യുന്ന രീതിയിൽ സർക്കിൾ വരയ്ക്കണം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡയമീറ്ററും കാര്യങ്ങളൊന്നും മെഷർ ചെയ്യാൻ നിൽക്കണ്ട. നേരെ സർക്കിൾ എടുക്കുക, 2 പോയിന്റ് എടുക്കുക, ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു സർക്കിൾ പ്ലേസ് ആയി കിട്ടും. അതായത് പോയിന്റ് ടു പോയിന്റ് ഡിസ്റ്റൻസ് ആയിരിക്കും സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്ത കേസ് 3 പോയിന്റ്, 3 പോയിന്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം? നേരെ 3 പോയിന്റ് എടുക്കുക, ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. ദെൻ ഡ്രാഗ് ചെയ്ത് തേർഡ് പോയിന്റിലേക്ക് ഞാൻ പ്ലേസ് ചെയ്യണം. ഇതാണ് എൻ്റെ തേർഡ് പോയിന്റ്. ക്ലിക്ക് ചെയ്തു, അത് കറക്റ്റ് പൊസിഷനിൽ വന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? ഇത് രണ്ടും മെത്തേഡ് സെലക്ഷൻസ് ആണ്, പിക് പോയിന്റ് സെലക്ഷൻ ആണ്, 2 പോയിന്റും 3 പോയിന്റും. ആദ്യത്തെ 2 ടൂൾ എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് വാല്യൂ കൊടുത്തും ഡയമീറ്റർ വാല്യൂ കൊടുത്ത് വരയ്ക്കാൻ പോകുന്ന സർക്കിളാണ്. നിങ്ങൾ സെൻട്രൽ ഡയമീറ്റർ എടുത്ത് ട്രാക്ക് ചെയ്ത ഡയറക്റ്റ് ഡയമീറ്റർ ആയിരിക്കും. 45 ആണ്, 45 ഡയമീറ്റർ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ടാൻ റേഡിയസും ടാൻ ആണ്. അപ്പം ഞാനിവിടെ റെഫറൻസ് ഡ്രോയിങ് വരയ്ക്കുകയാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, ഇവിടുന്ന് ഒരു വെർട്ടിക്കൽ ലെങ്ത്തിൽ ഒരു ആംഗിളും കൊടുത്തു. അപ്പോൾ ഈ 2 ലൈനുകളുണ്ട്, ഒരെണ്ണം ആംഗിളിലും ഒരെണ്ണം സ്ട്രെയിറ്റ് ആയിട്ടുള്ളത്. എൻ്റെ ആവശ്യം ഇതിൻ്റെ ഇടയിൽ ഒരു 20 റേഡിയസ് വരുന്ന ഒരു സർക്കിൾ വരയ്ക്കണം. ആ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ലൈനും ടാൻജൻ്റ് ആയിരിക്കും വേണം. എനിക്ക് ആകെ അറിയാവുന്ന കാര്യം എന്താണ്? 2 ടാൻജൻസി ഉണ്ട്, അതേപോലെ തന്നെ ഒരു റേഡിയസ് വാല്യൂ ഉണ്ട്. നേരെ സർക്കിളിൽ വരിക, ടാൻ റേഡിയസ് എടുക്കുക, ഈ ലൈനിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഇതിലും ക്ലിക്ക് ചെയ്യുക. എവിടെ ക്ലിക്ക് ചെയ്താലും ഓക്കെയാണ്. ആകെ ഒരു പോസിബിലിറ്റി ടാൻജൻസിയിൽ വരുള്ളൂ. ദെൻ വാല്യൂ, റേഡിയസ് വാല്യൂ. എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ 20 റേഡിയസ് ആയിക്കോട്ടെ. 20 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്തു. നോക്കിയേ, ഇപ്പം 20 റേഡിയസിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? റേഡിയസ് ഒന്ന് ചെക്ക് ചെയ്തോ. നമുക്ക് റേഡിയസ് എടുക്കുക, പ്ലേസ് ചെയ്യുക, കറക്റ്റ്. ഇനിയിപ്പോൾ 50 റേഡിയസ് ആണെങ്കിലോ ടാൻ റേഡിയസ് എടുക്കുക, ഫസ്റ്റ് ടാൻജന്റ്, സെക്കൻഡ് ടാൻജന്റ്, എങ്ങനെ ക്ലിക്ക് ചെയ്താലും ഓക്കെയാണ്. 50 റേഡിയസ്, ഇതാണ് 50 റേഡിയസിൽ വരുന്നത്. ക്ലിയർ ആണോ? ഏത് റേഡിയസ് വാല്യൂ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പൊസിഷനിൽ എന്ത് ചെയ്യും? കറക്റ്റ് അലൈൻ ചെയ്ത് വന്നത്. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ വേണമെന്നില്ല. ഒരു എക്സാമ്പിൾ ഞാൻ വേറെ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ 2 സർക്കിളുകളുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി ഉണ്ട്. 2 സർക്കിളുണ്ട്. ഇപ്പോൾ ഈ 2 സർക്കിളിൽ എനിക്കൊരു 50 റേഡിയസിൽ വേറൊരു സർക്കിൾ ടാൻജന്റ് ആയിട്ട് വരണം. ആ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇങ്ങനെ ടാൻജന്റ് ചെയ്ത് പോകണം, ഈ ഒരു പൊസിഷനിൽ, അതല്ലെങ്കിൽ ഇങ്ങനെ പോകണം. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന പൊസിഷനും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ടാൻ റേഡിയസ് എടുക്കുകയാണ്. ഞാൻ ഏകദേശം ഇവിടേക്കാണ് കൊടുത്തിരിക്കുന്നത് 2 ടാൻജന്റ്. അപ്പോൾ ഏകദേശം ഇങ്ങനെ വരാൻ ചാൻസ് ഉള്ളൂ. റേഡിയസ് വാല്യൂ കൊടുത്തിരിക്കുന്നത് 50, എൻ്റർ, കണ്ടോ? ഇങ്ങനെ കിട്ടി.
ഇനിയിപ്പോൾ പുറത്തോട്ട് ഇനി ഇങ്ങനെ ഇത് കവർ ചെയ്യുന്ന രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ റേഡിയസ് കൊടുക്കും. ഇപ്പം ചെറിയ റേഡിയസ് ആണെക്കൊണ്ട് വലിയ റേഡിയസ് കൊടുക്കുക. ഞാനൊരു 200 mm റേഡിയസ് ആണ് കൊടുക്കുന്നത്. അത് ഏകദേശം പുറത്തോട്ട് ഇങ്ങനെ കവർ ചെയ്ത് പോകണം. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ടാൻറ്റൺ റേഡിയസ് എടുത്ത് ഏകദേശം മുകളിലോട്ട് ക്ലിക്ക് ചെയ്തു, ഇതിൻ്റെ താഴോട്ടും ക്ലിക്ക് ചെയ്തു. എന്നിട്ട് റേഡിയസ് വാല്യൂ ഇങ്ങനെയാണ് പോകേണ്ടത്. ഇപ്പം ഞാൻ 200 കൊടുത്ത് കവർ ചെയ്യാൻ പറ്റുന്ന റേഡിയസ് വാല്യൂ കൊടുക്കുക, എൻ്റർ ചെയ്യുക. ഇതാണ് 200. ക്ലിയർ ആണോ? അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന പൊസിഷൻ കൂടി സിസ്റ്റം ഡിപ്പെൻഡ് ചെയ്യിപ്പിക്കും. അപ്പം അത് ക്ലിയർ ആയി വിചാരിക്കുന്നത്. ഇനി അടുത്ത കേസ് ടാൻ ആണ്. അതായത് 3 ടാൻജന്റുകൾ. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ 3 സർക്കിൾ ഉണ്ട്. എൻ്റെ ആവശ്യം ഇതിൻ്റെ 3ൻ്റെയും ഇനി പൊസിഷൻ കുറച്ച് ഷിഫ്റ്റ് ചെയ്യാണ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ 3ൻ്റെ ഇടയിൽ എനിക്ക് എന്ത് ചെയ്യണം? കറക്റ്റ് ടാൻജൻസിൽ ഒരു സർക്കിൾ വേണം. ടാൻ എടുത്തു. 1 2 3 സെലക്ഷൻ കണ്ടോ? ഇനി പുറത്താണെങ്കിലോ 1 2 3. അതായത് നിങ്ങൾ കൊടുക്കുന്ന പോസിബിലിറ്റിക്ക് അനുസരിച്ചായിരിക്കും സർക്കിൾ ജനറേറ്റ് ആവുക. ക്ലിയർ ആയി വിചാരിക്കുന്നത്. ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. സർക്കിളിൻ്റെ ഓപ്ഷനിൽ ഫസ്റ്റ് വൺ സെൻറ്റർ റേഡിയസ് ആണ്. സർക്കിൾ എടുക്കുക, ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, റേഡിയസ് വാല്യൂ കൊടുക്കുക, എൻ്റർ ചെയ്യുക, ഫിനിഷ് ആവും. അവിടെ നിങ്ങൾ ഡി ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുമോ, അല്ലെങ്കിൽ ഡയറക്റ്റ് സെൻറ്റർ ഡയമീറ്റർ എടുത്താൽ നിങ്ങൾക്ക് ഡയമീറ്റർ വാല്യൂ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും. 2 പോയിന്റും 3 പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? പിക്ക് പോയിന്റ് സെലക്ഷൻ. 2 പോയിന്റ് ക്ലിക്ക് ചെയ്ത് അത് കവർ ചെയ്തിട്ട് സർക്കിൾ വരയ്ക്കുക, അല്ലെങ്കിൽ 3 പോയിന്റ് ക്ലിക്ക് ചെയ്ത് അത് കവർ ചെയ്തിട്ടും സർക്കിൾ വരയ്ക്കുക. ദെൻ ടാൻജന്റ് റേഡിയസ്. 2 ടാൻജന്റും ഒരു റേഡിയസ് സെലക്ഷനും കൊടുത്തിട്ട് റേഡിയസ് വാല്യൂവിൽ 2 ടാൻജൻസിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? സർക്കിൾ വരയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ 3 ടാൻജന്റ് സെലക്ഷൻ കൊടുത്ത് അതിൻ്റെ റെഫറൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഇത്രയാണ് സർക്കിളിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു കോപ്പി ടൂളാണ്. ഞാനൊരു ഡ്രോയിങ് വരയ്ക്കുകയാണ്. ലൈൻ ടൂൾ എടുത്താണ് വരയ്ക്കുന്നത്. ലൈൻ എടുത്ത് ഒരു ഡ്രോയിങ് വരച്ചു. ഇവിടെ ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണ്. എൻ്റർ ചെയ്തു. ഇതാണ് എൻ്റെ സർക്കിൾ. എൻ്റെ ആവശ്യം ഈ സർക്കിൾ കംപ്ലീറ്റ് ഈ എൻഡ് പോയിന്റ്സിലൊക്കെ പ്ലേസ് ചെയ്യണം, കോപ്പി ചെയ്യണം. സെലക്ട് ചെയ്യുക ഒബ്ജക്റ്റ്, കോപ്പി ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഇതാണ് കോപ്പി ടൂൾ. COP ഇതാണ് കോപ്പി ടൂളിൻ്റെ കമാൻഡ്. കോപ്പി എടുക്കുക. നിങ്ങൾ ഒബ്ജക്റ്റിൻ്റെ ഒരു റെഫറൻസ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സെൻറ്റർ ആണ് ക്ലിക്ക് ചെയ്യുന്നത്, സെൻറ്റർ ആയിരിക്കും പേസ്റ്റിംഗ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യുക. ഇപ്പോൾ ക്വാഡ്രൻ്റ് ആണ് ക്ലിക്ക് ചെയ്യുന്നത്, ക്വാഡ്രൻ്റ് ടു ക്വാഡ്രൻ്റ് ആണ് പേസ്റ്റ് ആവുക. ഞാൻ സെൻറ്റർ ആണ് കൊടുക്കുന്നത്, സെൻറ്റർ എടുത്തു. എന്നിട്ട് നിങ്ങൾ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ നമുക്ക് കോപ്പിങ് പോകുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഓർത്തോ ഓഫ് ചെയ്തു. അപ്പോൾ ഏത് ഡയറക്ഷനിൽ എനിക്ക് കോപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റ് വന്ന് ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഒരു കോപ്പി വന്നു. ഇവിടെ സംഭവിച്ചത് എന്താണ്? സിംഗിൾ കോപ്പിങ്. അറ്റ് എ ടൈമിൽ ഒരു കോപ്പി നടന്നുള്ളൂ. എനിക്ക് ഒന്നിൽ കൂടുതൽ കോപ്പി ആവശ്യമുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, കോപ്പി ടൂൾ ഓൺ ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് സബ് ഓപ്ഷൻസ് ജനറേറ്റ് ആവും. അതിൽ മോഡ് എന്ന് പറഞ്ഞ സബ് ഓപ്ഷൻ ഉണ്ട്. ഈ മോഡ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പാണ്. ഡീഫോൾട്ട് അപ്പോൾ സിംഗിൾ ആണ് ഉണ്ടാവുക. സിംഗിൾ തന്നെ അറ്റ് എ ടൈമിൽ ഒരു കോപ്പി നടക്കുള്ളൂ. അത് നിങ്ങൾ മൾട്ടിപ്പിൾ കോപ്പിയിലേക്ക് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എത്ര കോപ്പിയാണ് എടുക്കുക. ഞാൻ ക്ലിക്ക് ചെയ്തു. ഇതിൻ്റെ ഒരു കോപ്പി ഇവിടെ, രണ്ടാമത്തെ കോപ്പി, മൂന്നാമത്തെ കോപ്പി, നാലാമത്തെ കോപ്പി. എൻ്റെ ആവശ്യം മൊത്തം കഴിഞ്ഞാൽ എസ്കേപ്പ് അടിച്ച് ടൂൾ ക്യാൻസൽ ചെയ്യാം. ഇതാണ് മൾട്ടിപ്പിൾ കോപ്പി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റിന് പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യാം. അത് നിങ്ങൾക്ക് മൂവ് ടൂൾ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഡ്രോയിങ്ങിൽ സർക്കിൾ ഡിലീറ്റ് ചെയ്തു. ഈ സർക്കിളിൻ്റെ പൊസിഷൻ എനിക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. കോപ്പി ടൂളിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് മൂവ് ടൂൾ. M ആണ് കമാൻഡ്. M ഫോർ മൂവ്. ക്ലിക്ക് ചെയ്യുക, റഫറൻസ് പോയിന്റ് സെലക്ട് ചെയ്യുക, പൊസിഷനിൽ പോവുക, പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഷിഫ്റ്റ് ആയി. ഇത്രയേ ഉള്ളൂ മൂവ് ടൂൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ കോപ്പി ടൂൾ ചെയ്യുമ്പോൾ കോപ്പീൻ്റെ വേറൊരു ഓപ്ഷനും കൂടിയുണ്ട്. അതായത് ഞാനിപ്പോൾ ഒരു 25 റേഡിയസുള്ള സർക്കിൾ വരച്ചു. അപ്പം ഞാൻ ഈ സർക്കിൾ സെലക്ട് ചെയ്തിട്ട് ഓർത്തോ ഓൺ ചെയ്തു, കോപ്പി ടൂൾ എടുത്തു, ഇതിൻ്റെ റെഫറൻസ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് ഡയറക്ഷൻ കാണിച്ചു. ഇവിടെ ഞാൻ കൊടുക്കുന്ന വാല്യൂ 250, എൻ്റർ. എസ്കേപ്പ് അടിച്ച ടൂളെല്ലാം ക്യാൻസൽ ചെയ്തു. ഇനി നമുക്കത് മെഷർ ചെയ്ത് നോക്കാം. അതായത് ഞാൻ കൊടുത്തിരിക്കുന്ന റെഫറൻസ് സെൻറ്ററാണ്. അപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ ആണ് 250 ഉണ്ടാവുക. ഇതാണ് ഡിസ്റ്റൻസ്. ഇനി നിങ്ങൾക്കിത് ഡിസ്പ്ലേസ്മെൻറ്റിനും ചെയ്യാം. അതായത് X, Y, Z, X ഡയറക്ഷനും Y ഡയറക്ഷനും Z ഡയറക്ഷനും ഡിസ്റ്റൻസ് കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ ഈ സർക്കിളിൻ്റെ ഒറിജിൻ സെറ്റ് ചെയ്യാൻ പോവാം. ഇതാണ് എൻ്റെ ഒറിജിൻ. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്താൽ മതി സെൻറ്ററിൽ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 00 ആയിരിക്കും ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ സെലക്ട് ചെയ്തു ഒബ്ജക്റ്റ്, കോപ്പി ടൂളിൽ വന്നു, കോപ്പീൻ്റെ സബ് ഓപ്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാം. ഡിസ്പ്ലേസ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണാൻ നിങ്ങൾക്ക് X, Y, Z 0,0,0. X വാല്യൂ ഞാൻ കൊടുക്കുന്നത് 150 ആണ്, കോമ കൊടുത്തു. ദെൻ Y വാല്യൂ കൊടുക്കുന്നത് 250 ആണ്, കോമ കൊടുത്തു. Z നമുക്ക് ആവശ്യമില്ല, 3D ആണ്. ഞാനിപ്പോൾ ഒരു
100 mm ഹൈറ്റിൽ സെറ്റ് ഡയറക്ഷനിൽ കൊടുത്തു എൻ്റർ ചെയ്തു. ഇനി സൂം ഔട്ട് ചെയ്ത് നോക്കിയാൽ പൊസിഷനിൽ ഒരു സർക്കിൾ വന്നിട്ടുണ്ടോ, നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. യൂണിയൻ ഡയമെൻഷൻ എടുത്തു, ഫസ്റ്റ് പോയിന്റ് ടു സെക്കൻഡ് പോയിന്റ്, ഇതാണ് 150 എക്സ് ഡിസ്റ്റൻസ്. ഇനി അടുത്ത് എന്താണ്, വൈ ഡിസ്റ്റൻസ് 250, കറക്റ്റ് ആണ്. ഇനി സെഡ് എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു പ്ലെയിനിൽ കിടക്കണം, ആ പ്ലെയിൻ എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ കൊടുത്ത ഡിസ്റ്റൻസ് ഹൈറ്റിലേക്കാക്കി പോവുക, അവിടെയാണ് ഇത് സർക്കിൾ പ്ലേസ് ആവുക. അത് കാണണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റും മൗസിന്റെ വീലും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്യുക കീബോർഡിൽ, ഷിഫ്റ്റും മൗസിന്റെ വീലും. എന്നിട്ട് മൗസ് റൊട്ടേറ്റ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈറ്റ്. ഇതാണ് നമ്മളെ ലാൻഡിങ് അല്ലെങ്കിൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് എന്ത് ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് വന്നു, ആ ഹൈറ്റിലാണ് ഈ സർക്കിൾ പ്ലേസ് ആയിരിക്കും. ക്ലിയർ ആണ്. അത് നമുക്ക് ആവശ്യമില്ല 2D 3Dയിലാണ് വരിക. പിന്നെ നിങ്ങൾ ഇപ്പോൾ വ്യൂ ഇങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്താൽ മതി, വി എന്ന് ടൈപ്പ് ചെയ്യുക. വി ഫോർ വ്യൂ ആണ്. വി ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തിട്ട് നമുക്ക് ടോപ്പ് വ്യൂയിലാണ് സ്കെച്ച് വേണ്ടത്. അപ്പോൾ ടോപ്പ് വ്യൂ പ്രീസെറ്റ്സ് വ്യൂസിൽ ടോപ്പ് വ്യൂ വേണം. ടോപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, സെറ്റ് കറന്റ് കൊടുക്കുക, അപ്ലൈ അടിക്കുക, ഓക്കെ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വ്യൂ കറക്റ്റ് ചെയ്ത് കിട്ടും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. ഇനി അടുത്ത കേസ് നമുക്ക് നോക്കേണ്ടത് ട്രിമ്മിങ്ങും എക്സ്റ്റെൻഡിങ്ങും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഡ്രോയിങ് ഇവിടെ വരയ്ക്കുകയാണ്. ഞാനിതിൻ്റെ മുകളിൽ ഒരു കുറച്ചൊരു റെഫറൻസുകൾ കൊടുക്കുകയാണ്. ഓർത്ത് ഓഫ് ചെയ്തു. ജസ്റ്റ് ഒന്ന് പാറ്റേൺ ചെയ്തെടുക്കണം. പാറ്റേൺ ഒക്കെ ഫ്യൂച്ചറിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ നിങ്ങൾക്ക്. എസ്കേപ്പ് അടിച്ച ടൂൾ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൻ്റെ അകത്തും പുറത്തായിട്ട് സർക്കിൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തെടുക്കുക. എൻ്റെ ആവശ്യം ഈ സർക്കിളിന് പുറത്തുള്ള ലൈൻ മൊത്തം കട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് ട്രിം ടൂൾ. TR ആണ് കമാൻഡ്. ഇപ്പോൾ ട്രിം ടൂൾ എടുക്കുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഡയറക്ഷൻ കാണിച്ചെടുക്കുക. ഉണ്ടാവും ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡയറക്ഷൻ കാണിക്കുക. ആ ഡയറക്ഷൻ വരുന്നിടത്തും പോകുന്നിടത്തോടെ ഒക്കെ എന്തായിരിക്കും, കട്ടായി. എക്സ്ട്രിം എന്ന് ടൈപ്പ് ചെയ്യുക, EXTRIM എക്സ്ട്രിം. എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ റെഫറൻസ് ബൗണ്ടറി നോക്കുക. ഇതാണ് എൻ്റെ ബൗണ്ടറി. ഈ ബൗണ്ടറി ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതിന് പുറത്ത് സെലക്ട് ചെയ്താൽ മതി. പുറത്ത് മൊത്തം കട്ടായി പോയിക്കോളും. ഇതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെത്തേഡ്. ഇനിയിപ്പോൾ ഇന്നർ ആണ് കട്ട് ചെയ്യണ്ടെങ്കിലോ സെയിം ഓപ്ഷൻ തന്നെ, എക്സ്ട്രീം എടുക്കുക, എൻ്റർ ചെയ്യുക, നിങ്ങൾ റെഫറൻസ് ബൗണ്ടറി സെലക്ട് ചെയ്യുക, ഉള്ളിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഉള്ളിൽ മൊത്തം കട്ടായി പോയിക്കോളും. ഇത്രയേ ഉള്ളൂ ട്രിമ്മിൻ്റെ ഓപ്ഷൻസ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ട്രിം ചെയ്തെടുക്കാൻ പറ്റും. ട്രിം ടൂൾ നമ്മൾ പഠിച്ചു. ട്രിമ്മിന് നേരെ ഓപ്പോസിറ്റ് ആണ് എക്സ്റ്റെൻഡ് ടൂൾ. എക്സ്റ്റെൻഡ് എടുത്ത് നിങ്ങൾ ഒരു ലൈൻ ക്ലിക്ക് ചെയ്യണം, തൊട്ടടുത്ത നെക്സ്റ്റ് പോയിന്റിലേക്ക് ഇത് എക്സ്റ്റെൻഡ് ആവും. കണ്ടോ, ഇത്രയുള്ള എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ട്രിം ചെയ്യണമെങ്കിൽ നേരെ ട്രിം എടുക്കുക, എക്സ്ട്രാ പോർഷൻസ്, കട്ട് ചെയ്യേണ്ട പോർഷൻസ് മൊത്തം സെലക്ട് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ. എക്സ്റ്റെൻഡ് ആണ് നേരെ ഓപ്പോസിറ്റ്, തൊട്ടടുത്ത നെക്സ്റ്റ് പോയിന്റിൽ എക്സ്റ്റെൻഡ് ആവും. എസ്കേപ്പ് പഠിച്ച ടൂൾ ക്യാൻസൽ ആവും. EX ആണ് എക്സ്റ്റെൻഡിന്റെ കമാൻഡ്, അതുപോലെ TR ആണ് ട്രിമ്മിന്റെ കമാൻഡ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന മിറർ ടൂളാണ്. മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ ഒരു മിറർ ഇമേജ് ക്രിയേറ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇവിടെ ഒരു പ്ലെയിൻ റെഫറൻസ് ആയിട്ട് കൊടുക്കുകയാണ്. ഒരു കൺസ്ട്രക്ട് ലൈൻ എടുത്തു, ഓർത്തോ ഓൺ ചെയ്തു, ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഒരു കൺസ്ട്രക്ട് ലൈൻ വരച്ചു. എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിന്റെ മിറർ ഇമേജ് ക്രിയേറ്റ് ചെയ്യണം നേരെ ഓപ്പോസിറ്റ് ഇവിടെ. അതായത് വെർട്ടിക്കൽ പ്ലെയിൻ ആണ് റെഫറൻസ് വരുന്നത്, ഈ റെഫറൻസ് നേരെ ഓപ്പോസിറ്റ് ആണ് മിറർ ഇമേജ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, MI ആണ് മിററിന്റെ കമാൻഡ്. അതല്ലെങ്കിൽ കോപ്പി ടൂളിന് നേരെ താഴെ കാണുന്നതാണ് മിറർ. മിറർ എടുത്തിട്ട് ഈ വെർട്ടിക്കൽ പ്ലെയിൻ്റെ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഓക്കെയാണ്. നേരെ ഡയറക്ഷൻ താഴോട്ട് പ്ലേസ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, മിറർ ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തോ ഓൺ ആയിരിക്കണം. ഇൻ കേസ് ഓർത്തോ ഓഫ് ആണെങ്കിൽ ചേഞ്ച് ആയിപ്പോ. ഓർത്തോ ഓൺ ചെയ്ത് വെക്കുക, നേരെ താഴോട്ടോ അല്ലെങ്കിൽ നേരെ മുകളിലോട്ടോ മൗസ് വെക്കുക. വെർട്ടിക്കലി മാത്രമേ ഡ്രാഗ് ചെയ്യാവൂ കേട്ടോ. എന്നിട്ട് ഒരു ക്ലിക്ക് ചെയ്യുക, പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി. ലൈനിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഒരു ക്ലിക്ക് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് ചോദിക്കും ഇറേസ് സോഴ്സ് ഒബ്ജക്റ്റ്, അതായത് ഈ സോഴ്സ് ഡിലീറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. അത് നമുക്ക് വേണ്ട, അത് നമുക്ക് കീപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, യെസ് ഉള്ളത് നോയിലേക്ക് കൊടുക്കുക. ഡീഫാൾട്ട് നോ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ മിറർ ഇമേജ് നേരെ ഇവിടെ ക്രിയേറ്റ് ആവും. ഞാൻ ഇവിടുന്ന് മൊത്തത്തിൽ സെലക്ട് ചെയ്യുകയാണ്. ഈ രണ്ട് ഇമേജിനെ മിറർ ഇമേജ് നേരെ മുകളിൽ കൊണ്ടുപോകണം. മിറർ പ്ലെയിൻ എടുത്തു, ഇതാണ് എൻ്റെ മിറർ പ്ലെയിന്. മിറർ ഓൺ ചെയ്ത് മിറർ പ്ലെയിൻ ക്ലിക്ക് ചെയ്യുക, ഡയറക്ഷൻ ഹൊറിസോണ്ടലി ഡ്രാഗ് ചെയ്യുക. ഹൊറിസോണ്ടൽ ലൈനും കൂടെ ഹൊറിസോണ്ടലി ഡ്രാഗ് ചെയ്യുക, ഒരു ക്ലിക്ക് എൻ്റർ. ഓക്കെ, ഇതിൻ്റെ മിറർ ഇമേജ് കിട്ടി. ഇങ്ങനെ നിങ്ങൾക്ക് മിറർ ഡ്രോയിങ് ഉണ്ടാക്കുക. ഇപ്പോൾ റെഫറൻസ് ഇവിടെ ആണെങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഡയറക്ഷൻ താഴോട്ട് പ്ലേസ് ചെയ്തു, എൻ്റർ. സെലക്ട് ചെയ്തു, ഡയറക്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, ഹൊറിസോണ്ടലി ഡ്രാഗ് ചെയ്തു, പ്ലേസ് ചെയ്തു.
ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിറർ ഡ്രോയിങ് ഉണ്ടാക്കാൻ പറ്റും. ക്ലിയർ ആയി? ഓക്കെ, MI ആണ് മിററിന്റെ കമാൻഡ്. നെക്സ്റ്റ് നോക്കുക. അപ്പം ഞാൻ ഈ ഒരു ഡ്രോയിങ് ഡീറ്റെയിൽ ചെയ്യാൻ പോവാണ് നീറ്റായിട്ട്. ഇതാണ് എൻ്റെ ലീനിയർ ഡയമെൻഷൻ. ലീനിയർ ഡയമെൻഷൻ എടുത്തു, ഇതിൻ്റെ ഫസ്റ്റ് പോയിന്റ് പിക്ക് ചെയ്തു, ലാസ്റ്റ് പോയിന്റ് പിക്ക് ചെയ്തു, ഡ്രാഗ് ചെയ്തു, ഫസ്റ്റ് ഡയമെൻഷൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കുക, ഇതൊരു ഡ്രോയിങ് ആണ്. ഞാൻ ഇതിൽ ലീനിയർ ഡയമെൻഷൻ പ്ലേസ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റും ലാസ്റ്റ് പോയിന്റും ക്ലിക്ക് ചെയ്തു, ഡ്രാഗ് ചെയ്തു, പൊസിഷൻ ചെയ്തു, ഫസ്റ്റ് ഡയമെൻഷൻ കിട്ടി എനിക്ക്. ഇനി എനിക്ക് ഇവിടുന്ന് പാരലൽ ആയിട്ടുള്ള ഡയമെൻഷൻ ഒരേ റെഫറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഈ ഓപ്ഷൻ എടുക്കുക. ഇതിന് ബേസ് ലൈൻ ഡയമെൻഷൻ എന്ന് അറിയും. സംഭവം പാരലൽ ഡയമെൻഷനിങ് ആണ്. ബേസ് ലൈൻ ഡയമെൻഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള പിക് പോയിന്റുകൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ്, സെക്കൻഡ് പിക് പോയിന്റ്, തേർഡ് എന്ന് പറഞ്ഞിട്ട് ഓരോ പിക് പോയിന്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ നിങ്ങൾക്ക് വരും. എസ്കേപ്പ് അടിച്ച് ടൂൾ ക്യാൻസൽ ചെയ്യാം. അപ്പം നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ കാണാം ഓവർലാപ്പിംഗ് ഉണ്ട്, പക്ഷെ എല്ലാം ഒരേ റെഫറൻസ് തന്നു. ഇതാണ് റെഫറൻസ് എങ്കിൽ ഇതേ ഒറിജിനൽ എല്ലാ ഡിസ്റ്റൻസും നിങ്ങൾക്ക് മെഷറിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഡയമെൻഷൻ പാരലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് ഓവർലാപ്പിംഗ് ഉണ്ട്, സ്പേസിങ് കറക്റ്റ് അല്ലാത്തതിനെ കൊണ്ട്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഡയമെൻഷൻ ഒരു ഓവർലാപ്പിംഗ് വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് ഒരു ഡയമെൻഷൻ സ്പേസ് ടൂൾ ഉണ്ട്. ഡിം സ്പേസ് അല്ലെങ്കിൽ ഡയമെൻഷൻ സ്പേസ് എന്ന് പറയും. ഈ ഡയമെൻഷൻ സ്പേസ് എടുത്തിട്ട് ഫസ്റ്റ് ഡയമെൻഷൻ സെലക്ട് ചെയ്യുക, ദെൻ ഓൾ ഡയമെൻഷൻ സെലക്ട് ചെയ്യുക, ദെൻ കീബോർഡിൽ സ്പേസോ അതല്ലെങ്കിൽ എൻറ്ററോ പ്രസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഒരു ഓട്ടോ ഡയമെൻഷൻ കാണും. ഒന്നെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും കൂടി എൻ്റർ ചെയ്താൽ മതി. എൻ്റർ ചെയ്താൽ സിസ്റ്റം എന്ത് ചെയ്യും, ഇതിൻ്റെ ഏറ്റവും മിനിമം സ്പേസിൽ സിസ്റ്റം അറേഞ്ച് ചെയ്യും. എല്ലാം നീറ്റായിട്ട് സിസ്റ്റം അറേഞ്ച് ചെയ്യും. ഇപ്പം നമുക്ക് വേണമെങ്കിൽ മെഷർ ചെയ്തൊക്കെ സിസ്റ്റം അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്പേസ് ഇത്രയാണ്. സിസ്റ്റം 8 mm മിനിമം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് 10 mm ആണ് ഗ്യാപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയമെൻഷൻ സ്പേസ് എടുക്കുക, ഫസ്റ്റ് ഡയമെൻഷൻ സെലക്ട് ചെയ്യുക, ദെൻ ഓൾ ഡയമെൻഷൻ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക, മാനുവലായിട്ട് ഇവിടെ 10 ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ 10 mm ഗ്യാപ്പിലേക്ക് ഇത് അഡ്ജസ്റ്റ് ആയി പോകും. ഓക്കെ, 10 10 ക്ലിയർ. കുറേ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഡ്രോയിങ് എപ്പോഴും നീറ്റ് ആയിരിക്കും, ക്ലീൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡീറ്റെയിലിംഗ്, പ്രസൻറ്റ് ചെയ്യുക, എങ്ങനെ ഒരു ഡിസൈൻ പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പാരലൽ ഡയമെൻഷൻ മെത്തേഡിൽ കിട്ടും. അടുത്ത കേസ് എന്ന് പറയുന്നത് ചെയിൻ ഡയമെൻഷനിങ് ആണ്. ഇതിൽ കണ്ടിന്യൂ ഡയമെൻഷൻ എന്ന് പറയും. അതിന് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു ലീനിയർ ഡയമെൻഷൻ എടുത്ത് മാർക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം ഇതാണ് കണ്ടിന്യൂ ഡയമെൻഷൻ. കണ്ടിന്യൂ ഡയമെൻഷൻ എടുക്കുക, നിങ്ങൾക്ക് വേണ്ട പൊസിഷൻസ് പിക്ക് ചെയ്ത് കൊടുക്കുക, കറക്റ്റ് അലൈൻമെൻറ്റിൽ എല്ലാ ഡയമെൻഷനും. എസ്കേപ്പ് അടിച്ച ശേഷം ടൂള് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ അതെല്ലാം കറക്റ്റ് നീറ്റായിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് കിട്ടും ഡയമെൻഷൻസ് കംപ്ലീറ്റ് ആയിട്ട്. ഇതാണ് ടൂള്. കണ്ടിന്യൂ ഡയമെൻഷൻ എന്ന് പറയും. ഫസ്റ്റ് വൺ ബേസ് ലൈൻ ഡയമെൻഷൻ, സെക്കൻഡ് വൺ കണ്ടിന്യൂ ഡയമെൻഷൻ, ദെൻ സ്പേസിങ് അറേഞ്ച് ചെയ്ത് നമ്മൾ ഡയമെൻഷൻ സ്പേസിങ് യൂസ് ചെയ്തു. ഇനി അതേപോലെ തന്നെ ഇതിനൊരു ക്യൂബ് ഡയമെൻഷൻ മെത്തേഡും കൂടിയുണ്ട്. ഇതാണ് ക്യൂബ് ഡയമെൻഷൻ. ക്യൂബ് ഡയമെൻഷൻ എടുത്തിട്ട് നിങ്ങൾ ഡ്രോയിങ് സെലക്ട് ചെയ്തു. ഞാനിപ്പോൾ ഒരു ഏരിയ ആണ് കവർ ചെയ്യുന്നത്, മൊത്തം ഈ ഒരു ഏരിയ മൊത്തം കവർ ചെയ്തു. എന്നിട്ട് നിങ്ങൾ കീബോർഡിൽ ഒന്ന് എൻ്റർ ചെയ്യുക, ഡയറക്ഷൻ കൊടുക്കുക. അപ്പം ഞാൻ ഇപ്പോൾ മുകളിലോട്ടാണ് ഡയറക്ഷൻ വെക്കുന്നത്. മുകളിലോട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എല്ലാ റെഫറൻസും കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയമെൻഷൻ ചെയ്യാനായിട്ട് പെട്ടെന്ന് പരിപാടി കഴിയും. അതാണ് ക്യൂബ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ ട്രെയിനിങ്ങിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഡ്രോ ടൂൾ ബാർ, മോഡിഫൈ ടൂൾ ബാർ, ഡയമെൻഷൻ ടൂൾ ബാർ, അതേപോലെ തന്നെ സപ്പോർട്ടിങ്ങിൽ വരുന്ന പ്രോപ്പർട്ടീസ്, സ്റ്റൈൽസ്, ലേയേഴ്സ്, ബാക്കി എല്ലാ ടൂൾ ബാറുകളും ടൂൾസ് നമ്മൾ ഇൻഡെപ്തിൽ പഠിക്കും. ഓരോ ഇൻഡിവിജ്വൽ ടൂളായിട്ട് ഓരോന്നിൻ്റെ ഫംഗ്ഷൻ വെച്ച് പഠിച്ച് അതിന് ടൂൾ പ്രാക്ടീസിങ് ഡ്രോയിങ് ആദ്യം നമ്മൾ ചെയ്യും. ടൂൾ പ്രാക്ടീസിങ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കോർ ഡിസൈനിലേക്ക് പോകാം. അപ്പോഴേക്ക് നിങ്ങൾ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആവും ഡിസൈൻ ചെയ്യാൻ വേണ്ടി. ഒരു ഡിസൈൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് ടൂൾ ചൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓട്ടോകാഡ് ടൂൾ പക്കയാവും. അത് നിങ്ങൾ ഒരിക്കലും ബൈ ഹാർട്ട് പഠിക്കേണ്ട. അങ്ങനെ ഓരോ ഓപ്ഷൻസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്കും കാര്യങ്ങളും തന്നിട്ട് തന്നെയാണ് ട്രെയിനിങ് ചെയ്യുക കേട്ടോ. ഇനി ഇതിപ്പോൾ ഒരു ഡെമോ ക്ലാസ് പോലെയാണ്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ.